തിരുവനന്തപുരം നടൂർ കൊല്ലയിൽ റെയിൽവേ ഓവർബ്രിഡ്ജ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. തിരുവനന്തപുരം നാഗർകോവിൽ പാത ഇരട്ടിപ്പിക്കൽ പൂർത്തിയാകുന്നതോടെ ഇവിടെ കാൽനടയാത്ര ദുർഘടമാകുമെന്നാണ് പരാതി. ആവശ്യം ചൂണ്ടിക്കാട്ടി റെയിൽവേ മന്ത്രിക്കും സദേൺ റെയിൽവേക്കും നാട്ടുകാർ പരാതി അയച്ചു. ഒരു നാടിന്റെ അരനൂറ്റാണ്ടോളം പഴക്കമുള്ള ആവശ്യമാണ് ഇരു റോഡുകളെ ബന്ധിപ്പിക്കുന്ന ഒരു ഒറ്റവരിപ്പാത. നടൂർ കൊല്ലയിൽ അമരവിള മഞ്ചവളാകം റോഡുകളെ ബന്ധിപ്പിക്കുന്നതിനാണ് റെയിൽവേ ഓവർബ്രിഡ്ജോ അണ്ടർപാസേജോ വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ദേശീയപാതയിലേക്ക് എത്താൻ 1/2 കിലോമീറ്റർ താണ്ടേണ്ടടുത്ത് ഇപ്പോൾ 7 കിലോമീറ്റർ ചുറ്റണം. ഇപ്പോഴത്തെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ദേശീയപാതയിൽ നിന്നും 1/2 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള 2000-ത്തിലധികം വരുന്ന കുടുംബങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് 1978-ലാണ് ഇങ്ങനെ ഒരു റെയിൽപാത ഇവിടെ ഉണ്ടായത്. ആ റെയിൽപാത ഉണ്ടായപ്പോൾ 2 സൈഡിലും റോഡ് ഉണ്ടായിരുന്നു. അത് മുറിച്ചുകൊണ്ടാണ് ഈ റെയിൽപാത ഉണ്ടായത്. അന്ന് മുതലേ അധികാരികൾ പറയുന്നതാണ് ഒരു നടപ്പാലമെങ്കിലും ഇവിടെ നിർമ്മിച്ച് നൽകാമെന്നുള്ളത്. പക്ഷേ അത് ഇതുവരെ നൽകിയിട്ടില്ല. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, ആശുപത്രി, ബാങ്ക് എന്നിങ്ങനെ ജനങ്ങൾ നിരന്തരം ഇടപെടുന്ന ഇടങ്ങളിലേക്കുള്ള എളുപ്പമാർഗമാണ് റെയിൽവേ ലൈൻ ദുരിതയാത്രയാക്കി മാറ്റിയത്. ഒരു നടപ്പാതയ്ക്കായി ഇതിനകം തന്നെ 25ഓളം നിവേദനങ്ങൾ അധികാരികൾക്ക് മുന്നിൽ സമർപ്പിക്കപ്പെട്ടു. ഈ ഇതിനെ സംബന്ധിച്ചിടത്തോളം മുൻ MP ആയിരുന്ന ശ്രീ എ ചാൾസ് അവറുകൾക്ക് പരാതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ശ്രീമാൻ കെ കരുണാകരൻ വന്നപ്പം കരുണാകരന് പരാതി കൊടുത്തു. അത് കഴിഞ്ഞ് സുരേന്ദ്രനാഥ് അദ്ദേഹം MP ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പരാതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് O രാജഗോപാൽ ഉണ്ടായിരുന്നപ്പോൾ രാജഗോപാലിന് പരാതി കൊടുത്തു. രാജഗോപാലിൻ്റെ റെയിൽവേയുടെ മാനേജരായിരുന്ന B രാമൻപിള്ള സാറിൻ്റെ പരാതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് K മുരളീധരന് മെമ്മോറാണ്ടം ഫയൽ ചെയ്തു. ഇതിങ്ങനെ ഒരുപാട് പേർക്ക് ഈ വഴിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേർക്ക് പരാതി കൊടുത്തു. യാതൊരു നടപടിയും ഇതുവരെ വന്നിട്ടില്ല. മരമുള്ള പോസ്റ്റ് ഓഫീസുണ്ട്, കാനറ ബാങ്കുണ്ട്, CSI പള്ളിയുടെ അതിനോടനുബന്ധിച്ചുള്ള സ്കൂളുണ്ട്, ഗോപാല മെമ്മോറിയൽ സ്കൂളുണ്ട്, ധനുവച്ചോരം കോളേജുണ്ട്, IT ഉണ്ട്. ഇതിലെല്ലാം പോകണമെങ്കിൽ ഈ 1/4 കിലോമീറ്റർ നമുക്ക് താണ്ടിയാൽ മതി. അതിന് വഴി എന്താണ്? പാത ഇരട്ടിപ്പിക്കൽ പൂർത്തിയാകും മുൻപ് പ്രശ്നപരിഹാരം കാണാൻ കഴിഞ്ഞ ദിവസം എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉൾപ്പെട്ട ഒരു കർമ്മസമിതി നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. ആവശ്യം ചൂണ്ടിക്കാട്ടി റെയിൽവേ മന്ത്രിക്കും സദേൺ റെയിൽവേക്കും നാട്ടുകാർ പരാതിയും അയച്ചു. ഇത്തവണയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.